ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തുന്ന കളം കാവൽ ജിതിൻ കെ ജോസ് ചിത്രം സിനിമയുടെ പുത്തൻ പോസ്റ്റർ വന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമാകുന്നു. ഈ ഒരു മനുഷ്യനെ കൊണ്ട് ഒരു രക്ഷയുമില്ല, ഒരു നിവർത്തിയും ഇല്ലാത്ത തരത്തിലാണ് ഓരോരോ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനങ്ങൾ തുടരുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ വേറൊരാൾക്ക് ചെയ്യാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വ്യത്യസ്തത പുലർത്തുന്ന മികച്ച കഥാപാത്രങ്ങളുമായി മുന്നോട്ട് കുതിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നു. ഒന്ന് പുഴു, നൻപകൽ നേരത്ത്, റോഷാക്ക്, പിന്നെ കാതൽ ദ കോർ, ഭ്രമയുഗം, കളങ്കാവൽ. ഈ ഓരോ സിനിമകൾ എടുത്തു നോക്കിയാലും നമുക്കറിയാം ഏതാനും വർഷങ്ങളിൽ മമ്മൂക്ക പകർന്നാടിയിരിക്കുന്ന ചിത്രങ്ങൾ ഒന്നിനൊന്നിന് മെച്ചമുള്ള, ഒന്നിനൊന്നിന് തേച്ച് മിനുക്കിയ ചിത്രങ്ങൾ എന്ന് പറയാം. ഒരാൾക്കും പറയാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ കഴിയില്ല ഇമാതിരി കൊടൂര സംഭവങ്ങളെന്ന്. കഴിഞ്ഞ 3 വർഷങ്ങൾ നമുക്ക് നോക്കിയാൽ സംസ്ഥാന അവാർഡിൽ മികച്ച നടനും മികച്ച നിർമ്മാതാവും മികച്ച സിനിമക്കാരനുമൊക്കെയായി മമ്മൂട്ടി നിറഞ്ഞാടുന്നത്. ഇക്കുറിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ. പ്രതീക്ഷയല്ല, അത് ഉറപ്പിക്കാവുന്നതാണ്. എന്താണേലും കളങ്കാവലിൻ്റെ പുതിയ ഡീറ്റെയിൽ വരുമ്പോൾ അടുത്ത വർഷത്തേക്കും 1 മുഴം നീട്ടി മമ്മൂട്ടി എറിഞ്ഞിരിക്കുന്നു. സിനിമയുടെ റിലീസും കാര്യങ്ങളും ഒക്കെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ. 2 ഡേറ്റുകളാണ് പുറത്ത് വരുന്നത്. ഒന്ന് അടുത്ത മാസം 22-ാം തീയതിയും മറ്റൊന്ന് ജൂൺ 3-ാം തീയതിയും എന്നുള്ളതാണ്. എന്തായാലും ജൂൺ 3-ാം തീയതിക്ക് മുന്നോടിയായി സിനിമ ഇറങ്ങുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ആ ഒരു വിവരങ്ങളിൽ കിട്ടുന്നത്. എന്താണേലും ആ ഒരു റേഞ്ചിലേക്കുള്ള മമ്മൂട്ടിയുടെ പകർന്നാട്ടം കാണാൻ ഇന്ന് ഇന്ത്യ മുഴുവൻ, കേരളമല്ല ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ്. വിനായകനും മമ്മൂട്ടിയും ഒരുമിച്ച് വരുന്ന ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ കമൻസിലൂടെ രേഖപ്പെടുത്താം. അതെ, ഇതൊരു ഒന്നൊന്നര സംഭവം തന്നെയായിരിക്കാം. ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുന്ന വേറെ ഒരാളും ഇല്ല എന്നുള്ളതാണ്. തന്നിൽ നിന്ന് തന്നെ മാറി ചിന്തിക്കുന്ന മമ്മൂട്ടിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ കണ്ട സ്ഥിരം ഫോർമാറ്റുകളല്ല മമ്മൂട്ടിയിലുള്ളത്. അതിൽ നിന്നൊക്കെ മാറി ഏറെ വ്യത്യസ്തത പുലർത്തുന്ന, ഓരോ സിനിമയും ഒന്നിനൊന്നിന് വ്യത്യസ്തത പുലർത്താൻ ചിന്തിക്കുന്ന മമ്മൂട്ടി എന്ന നടനെയാണ്. അതുതന്നെയാണ് കഴിഞ്ഞ 6 സിനിമകളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞപ്പോഴും കാണാനുള്ളത്. അതാ ഇപ്പോൾ കളങ്കാവലെത്തുമ്പോൾ മറ്റു എല്ലാത്തിനെയും മിന്നിച്ചുകൊണ്ട് അടുത്ത മികച്ച ചിത്രവും മമ്മൂക്ക എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം.